നമസ്കാരം. ശനിയുടെ ജന്മദിനമാണ് ശനി ജയന്തിയായി ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ ശനി ജയന്തി വരുന്നത് ജൂൺ 6-നാകുന്നു. അതിനാൽ തന്നെ ഈ സമയം പല രീതിയിലുള്ള മാറ്റങ്ങൾ, അത് അനുകൂലവും പ്രതികൂലവുമായ മാറ്റങ്ങൾ പല രാശിക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കും. ശനി ഭഗവാൻ ജനിച്ചത് വൈശാഖ മാസത്തിലെ അമാവാസി നാളിലാണ് എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ശനി ജയന്തിയുമായി ബന്ധപ്പെട്ട് ചില രാശിക്കാർക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ വന്നു ചേരുമ്പോൾ ചില നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് മോശകരമായ ഫലങ്ങളാകുന്നു. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ജൂൺ 6 ശനി ജയന്തി ദിവസത്തിൽ ചില രാശിക്കാരെ ശനി വല്ലാതെ പരീക്ഷിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ശനിദേവന്റെ കഠിനമായ ദോഷകരമായ മാറ്റങ്ങളും ഇതിൽ ഉൾപ്പെടുന്നതാകുന്നു. ചില രാശിക്കാർക്ക് ഏറ്റവും ദോഷകരമായ ഫലങ്ങളാണ് വന്നു ചേരുക. ശനിയും രാഹുവും ഈ സമയം ഒരു വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇതിനാൽ തന്നെ ചില രാശിക്കാർക്ക് അതീവ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ആ രാശിക്കാരെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. അതിൽ ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാർ ശനി ജയന്തി ദിനത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതായ സമയമാകുന്നു. ദോഷഫലങ്ങൾ വളരെയധികം ബാധിക്കുന്നതായ സമയം. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ജോലിയുടെ കാര്യത്തിൽ ഇവർ ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന കാര്യം ഓർക്കുക. ജോലിയുമായി ബന്ധപ്പെട്ട് പലവിധം ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാം. ജോലി നഷ്ടമാവുക, ജോലിയുമായി ബന്ധപ്പെട്ട് അശ്രദ്ധ മൂലം പഴി കേൾക്കേണ്ടതായി വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ചെറിയ തെറ്റുകൾ പോലും, അതായത് ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ അത് ഏത് കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും ചെയ്യുന്നതായ ചെറിയ തെറ്റുകൾ പോലും വലിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും അഥവാ കാരണമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതായ സമയം. പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക. അതല്ല എങ്കിൽ ധനനഷ്ടം, മാനഹാനി സംഭവിക്കാം. ജാഗ്രത പുലർത്തി മുന്നോട്ട് പോകേണ്ടതായ ഒരു സമയം. അപകട സാധ്യത നിലനിൽക്കുന്നതായ സമയം. അതിനാൽ തന്നെ എല്ലാ ദോഷത്തെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു ദിവസം. അതിനാൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് സമ്പാദിച്ചതായ ധനനഷ്ടം അഥവാ ധനം നഷ്ടമാകുവാനും മനസമാധാനം നഷ്ടപ്പെടുവാനും വാഹനങ്ങൾ അപകടവുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. ബന്ധങ്ങളിൽ പോലും വിള്ളൽ വീഴാം. ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിക്കാർക്ക് ശനി ജയന്തി നൽകുന്ന മോശകരമായ ഫലങ്ങൾ നിസാരമല്ല എന്ന കാര്യം ഓർക്കുക. ജോലിയുമായി ബന്ധപ്പെട്ട് പലവിധ പ്രതിസന്ധികൾ കടന്നു വരാം. മനസമാധാനം നഷ്ടപ്പെട്ടു പോകുന്നതായ അവസ്ഥ. എന്ത് ചെയ്താലും ഈ ദിവസം തടസ്സങ്ങളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ. സാമ്പത്തിക നഷ്ടം വർദ്ധിക്കുന്നതായ സമയം. ഏത് കാര്യം ചെയ്യുകയാണ് എങ്കിലും തിരിച്ചു കയറാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വാദപ്രതിവാദങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ബന്ധങ്ങൾ പോലും നഷ്ടമാകാം ഈ സമയം. അതിനാൽ വളരെ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. പല ജോലികളും തടസ്സപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സമയം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പണം നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ടും നഷ്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു, അഥവാ അനുകൂലമല്ല എന്ന് പറയാം. ധനപരമായ നഷ്ടങ്ങൾ, മനസ്സിലേക്ക് പലവിധ ചിന്തകൾ കടന്നു വരിക, കൂടാതെ ധനനഷ്ടം, മാനഹാനി, അപകട സാധ്യത തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു സമയം തന്നെയാണ് ഇത്. അതിനാൽ പ്രതിസന്ധി വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക. കന്നിരാശി. കന്നിരാശിക്കാർക്കും ഈ സമയം അനുകൂലമല്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ദോഷകരമായ ഫലങ്ങൾ വർദ്ധിക്കുന്നതായ ഒരു സമയം എന്ന് തന്നെ പറയാം. സാമ്പത്തിക നഷ്ടങ്ങൾ, വളരെ വലിയ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരാവുന്ന ദിവസമാണ് ഇത്.
ആഗ്രഹങ്ങൾ, പല രീതിയിലുള്ള തടസ്സങ്ങൾ എന്നിവ വന്നു ചേരാം. പണം നിക്ഷേപിക്കുവാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പല രീതിയിലുള്ള ധനനഷ്ടങ്ങൾ സംഭവിക്കാവുന്നതായ ഒരു സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ഈ സമയം കുടുംബവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ, തടസ്സങ്ങൾ എന്നിവ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ ധനപരമോ അല്ലാതെയോ വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. പല കാര്യങ്ങളും പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ മാറ്റിവയ്ക്കുവാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതലാകുന്നു. ആരോഗ്യപരമായി ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ, ധനനഷ്ടം, അപകട സാധ്യത, മാനഹാനി എന്നിവ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പഴി കേൾക്കുവാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളിൽ തിരിച്ചടികൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. അതിനാൽ മനസ്സിൽ എന്തെന്നില്ലാത്ത ദുഃഖവും കടന്നു വരാം. നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അത് നിങ്ങളെ ബാധിക്കുന്നതാകുന്നു. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം നീണ്ടു പോകുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു രാശി വൃശ്ചികം രാശിയാകുന്നു. ശനി ജയന്തി ദിനത്തിൽ വൃശ്ചികം രാശിക്കാർക്ക് വളരെയധികം ദോഷകരമായ ഫലങ്ങൾ വർദ്ധിച്ച് നിൽക്കുന്നതായ ഒരു സമയമാണ് എന്ന് പറയാം. പ്രശ്നങ്ങളെ എപ്രകാരം കൈകാര്യം ചെയ്യണം എന്നറിയാത്തതായ അവസ്ഥ, എപ്രകാരം ചെയ്താൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുവോ അതിലെല്ലാം തടസ്സങ്ങളോ നഷ്ടങ്ങളോ സംഭവിക്കാം. അതിനാൽ എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. വലിയ പ്രശ്നങ്ങൾ തന്നെ ഇല്ലാതാക്കുന്നതിന് ശ്രമങ്ങൾ നടത്തും എങ്കിലും അതിൽ പരാജയപ്പെടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ അതീവ ശ്രദ്ധ നിങ്ങൾ പുലർത്തണം. ഒരിക്കലും മദ്യപിച്ച് വാഹനം കൈകാര്യം ചെയ്യരുത് എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. അപകട സാധ്യത വർദ്ധിച്ചു നിൽക്കുന്ന സമയമാണ് എന്ന് പറയാം. പല വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ഈ സമയം വന്ന് ചേരണം എന്നില്ല. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശ്രദ്ധ പുലർത്തുക. പൊതുവെ മാനഹാനി, ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായി വരിക, ചെയ്യുന്ന കാര്യങ്ങൾ അനുകൂലമല്ലാതായി തീരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ പല രീതിയിലുള്ള നഷ്ടങ്ങൾ ഈ സമയം സംഭവിക്കാം എന്ന കാര്യം ഓർത്തിരിക്കുക. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ ധനനഷ്ടവും മാനഹാനിയും വന്നു ചേരാം. കൂടാതെ ഈ സമയം ഒരു വ്യക്തിയെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരം ദോഷഫലങ്ങൾ വന്നു ചേരാം. ഈ പരാമർശിച്ചിരിക്കുന്ന രാശിക്കാർ ഏവരും സാക്ഷാൽ പരമശിവനെ ആരാധിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ധാരയും പിൻവിളക്കും നടത്തുക. കൂടാതെ ഈ സമയം ശനീശ്വരനെ ഭജിക്കുകയും ശനിദേവന് ശംഖുപുഷ്പം സമർപ്പിച്ച് ശനിയാഴ്ച ദിവസം വിളക്ക് തെളിയിച്ച് ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തി എള്ളുതിരി കത്തിക്കുന്നതും ശുഭകരമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.